ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് മാത്രമല്ല, വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾക്ക് അവരവരുടെ മതദർശനങ്ങളിൽ നിന്നുകൊണ്ട് വർഗീയവാദിയാവുക സാധ്യമല്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ വർഗീയതയുടെ കൊടിവാഹകന്മാരായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള ആളുകൾ ഒരിക്കലും മതപണ്ഡിതന്മാരായിരുന്നില്ല, മതബോധമുള്ള ആളുകളായിരുന്നില്ല. ചരിത്രത്തിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ നമുക്കറിയാം. മുഈനുദ്ദീൻ ചിസ്തിയെ പോലെയുള്ള, ഗുരുനാനാക്കിനെ പോലെയുള്ള, ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള, അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള, ഗാന്ധിജിയെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ മതമില്ലാത്തവരായിരുന്നില്ല. അവർ മതത്തിന്റെ വക്താക്കളായിരുന്നു, മതഭക്തന്മാരായിരുന്നു, പലരും മതപണ്ഡിതന്മാരായിരുന്നു. അബ്ദുൽ കലാം ആസാദ് ഖുർആൻ വ്യാഖ്യാതാവായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ വ്യാഖ്യാനം വരെ നിർവഹിച്ചിരിക്കുന്ന, അതുപോലെ തന്നെ മതഭക്തി കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള മക്കൾ വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മതത്തെ യഥാർത്ഥത്തിൽ മതമൂല്യങ്ങളുടെ അടിത്തറകളിൽ നിന്നുകൊണ്ട് വായിച്ചെടുക്കുകയും അതിന്റെ ഗുണഗണങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ആ വൈവിധ്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തോട് ശക്തമായി പടവരുത്തുകയും ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഗാന്ധിജിക്ക് അബുൽ കലാം ആസാദിനോട് സഹകരിക്കുവാൻ, അതുപോലെ തന്നെ അബുൽ കലാം ആസാദിന് നെഹ്റുവിനോട് സഹകരിക്കുവാൻ ഒരിക്കലും അവരുടെ മതവിശ്വാസം ഒരിക്കലും അതിർവരമ്പുകൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ വർഗീയതയുടെ ചരിത്രവും നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വർഗീയതയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, തീവ്രവാദത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചരിത്ര വിദ്യാഭ്യാസത്തിൽ നമുക്ക് ലഭിക്കുന്നത് മതബോധമില്ലാത്തവരാണ് യഥാർത്ഥത്തിൽ മതവർഗീയതയ്ക്ക് നേതൃത്വം കൊടുത്തത്. വി.ഡി. സവർക്കറാകട്ടെ, ഗോൾവാൾക്കറാകട്ടെ, അതുപോലെ തന്നെ ഹെഡ്ഗവാറാകട്ടെ ഒരിക്കലും മതത്തെ പ്രതിനിധീകരിക്കുന്നവരല്ല, അതുപോലെ തന്നെ മതപാണ്ഡിത്യത്തെയോ മതഭക്തിയെയോ പ്രതിനിധീകരിക്കുന്നവരല്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം മതവികാരത്തെ ലാക്കാക്കിക്കൊണ്ട് അധികാരത്തിലേക്കുള്ള കുറുക്കുവഴി തേടുന്നവരായിരുന്നു എന്നും മതവർഗീയതയുടെ വക്താക്കളായി നമ്മുടെ രാജ്യത്ത് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം കൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ത്യ വിഭജിക്കപ്പെട്ട, ഒരിക്കലും നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടാൻ പാടില്ലായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടത്, സ്വാതന്ത്ര്യം ഒരു മുറിവായ ഒരു സമുദായത്തിന് അനുഭവപ്പെട്ടത്, സ്വാതന്ത്ര്യത്തിന് മുറിവുണങ്ങാതെ ഒരുപാട് ദുരന്തങ്ങൾക്ക് ഒരു സമുദായം എല്ലാ അർത്ഥത്തിലും സാക്ഷികളാകേണ്ടി വന്നത് യഥാർത്ഥത്തിൽ വിഭജനം എന്ന് പറയുന്ന ദുരന്തം സംഭവിച്ചതുകൊണ്ടായിരുന്നു. ആ വിഭജനത്തിന് വേണ്ടി സമുദായത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വാദിച്ച സമുദായത്തിന്റെ പ്രതിനിധിയെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഒരിക്കലും അദ്ദേഹവും ഒരു മതത്തിന്റെ പ്രതിനിധിയോ അതല്ലെങ്കിൽ മതപണ്ഡിതനോ അതല്ലെങ്കിൽ മതഭക്തനോ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രത്തിൽ മതപണ്ഡിതന്മാർക്ക് ഒരിക്കലും വർഗീയതയെയോ തീവ്രവാദത്തെയോ പ്രതിനിധീകരിക്കുവാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, എന്നും വർഗീയതയ്ക്കും സാമുദായികതയ്ക്കും അതുപോലെ തന്നെ തീവ്രവാദത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മതബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മതവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നിശ്ചിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിന്റെ ചരിത്രവും സഹവർത്തിത്വത്തിന്റേതാണ്, സാഹോദര്യത്തിന്റേതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുസ്വരതയെ ഇസ്ലാം ഉൾക്കൊള്ളുന്നു. നാനത്വത്തിൽ ഏകത്വം എന്ന ആശയത്തോട് ഒരിക്കലും നമുക്ക് ഏറ്റുമുട്ടേണ്ടതായിട്ട് വരുന്നില്ല. ഇസ്ലാമിന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്റാനിൽ നിന്ന് കടന്നുവരുന്ന ക്രിസ്തീയ പൗരോഹിത്യ സംഘത്തെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിലായിരുന്നുവല്ലോ സ്വീകരിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകന് ഒരിക്കലും ഇതര മതവിഭാഗത്തെ അക്കമടേറ്റ് ചെയ്യുന്നിടത്ത ഒരു മടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ കാണിച്ചിട്ടില്ല. മാത്രമല്ല, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. നീതിയുടെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുകയും നീതിയുടെ അടിസ്ഥാനത്തിൽ നിലപാട് കൈക്കൊള്ളുകയും ചെയ്യുന്ന സമീപനമാണ് ഇസ്ലാമിക ഇതര സമൂഹത്തിനകത്ത് തന്നെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സത്യവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം യഥാർത്ഥത്തിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നവരാവുക എന്നതിന്റെ അർത്ഥം എന്താണ്? ഒരുപക്ഷെ നീതി നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം. മാതാപിതാക്കൾക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം. നമുക്കറിയാമല്ലോ, ഇത് പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇത് യാഥാർത്ഥ്യവൽക്കരിച്ചിട്ടുണ്ട്. സ്വന്തം സമുദായത്തിന്റെ കൂടെ നിൽക്കുക എന്നതിനപ്പുറത്ത് നീതിയുടെ പക്ഷത്ത് നിലനിന്നുകൊണ്ട് ആദർശാധിഷ്ഠിതമായ നിലപാട് കൈക്കൊള്ളുക എന്നതാണ് ഇസ്ലാമിക സമൂഹം സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ 8-10 ആയത്തുകൾ ഒരു ജൂതന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൻസാറുകളിൽപ്പെട്ട ഒരായുധം മോഷ്ടിച്ചോ, എന്നിട്ടത് സൂക്ഷിക്കുവാൻ ഒരു ജൂതനെ ഏൽപ്പിച്ചോ, ഒരു ഘട്ടത്തിൽ വിചാരണ വേളയിൽ സൂക്ഷിപ്പിലേൽപ്പിച്ചിരിക്കുന്ന ജൂതന്റെ പേരിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പ്രതിയോഗിയായ ജൂതന് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അഥവാ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുകയും അഥവാ നീതിക്ക് നിരക്കാത്ത വർത്തമാനങ്ങളും സമീപനങ്ങളും സ്വന്തം സമുദായത്തിന് നാളെയെങ്കിലും അത് തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇസ്ലാം വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്, എന്റെ സ്വന്തം മോള് ഫാത്തിമയാണ് കളവ് നടത്തുന്നത് എങ്കിൽ ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഈ അർത്ഥത്തിൽ നീതിയുടെ പക്ഷത്ത്
യഥാർത്ഥത്തിൽ നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കുവാൻ പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിന് സാമുദായിക പക്ഷവാദികളാവുക സാധ്യമല്ല, സാമുദായികവാദികളാവുക സാധ്യമല്ല, വർഗീയവാദികളാവുക സാധ്യമല്ല. അതുപോലെ തന്നെ നീതിനിത്തമല്ലാത്ത നിലപാട് സ്വീകരിക്കുക സാധ്യമല്ല. മാത്രമല്ല പ്രതിയോഗിയോട് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അലാ യജിദുമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഖ്ദിറു